നിങ്ങളുടെ കാര്യങ്ങൾ നടത്താവുന്നിടത്തോളം നടത്തി, ഇനി നിങ്ങൾ എഴുന്നേറ്റ് പോവുക എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അവരോട്. അങ്ങനെ എഴുന്നേറ്റാൽ പോലും ഞാൻ അവരെ മുഷ്ടിയുരുട്ടി അഭിവാദ്യം ചെയ്യുക ചെയ്യും. കാരണം ഒരു നല്ല പോരാട്ടം അവർ കാഴ്ചവെച്ചു. കേരളത്തിൻ്റെ മനസാക്ഷി അവർ ഉയർത്തി, കേരളത്തിലെ മനസാക്ഷി അവർ ഉണർത്തി എന്നുള്ളതാണ് ആശാസമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരത്തിന് ശേഷം കേരളത്തിൽ അതും പരാജയപ്പെട്ട ഒരു സമരമാണ്. അതിനുശേഷം അതിനേക്കാളും ജനകീയമായിട്ടുള്ള സമരമാണ്. അതിനേക്കാൾ ജനകീയമായി, അതിനേക്കാൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമരമായി ഇത് മാറി എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതിപ്പോ തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ മുന്നോട്ട് കാണുന്ന കാഴ്ച വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും ഞാൻ കാണുന്ന കാഴ്ച മറ്റൊരു രീതിയിലാണ്. അതായത് ഇതിപ്പോ തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ഇതുപോലത്തെ സമരങ്ങളെ എങ്ങനെ നിഷ്പ്രഭമാക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനെ കൂടുതൽ ശക്തമായിട്ടുള്ള സ്വഭാവത്തോടു കൂടി എതിർക്കാനുള്ള ഒരു ശേഷിയിലേക്കും അധികാരത്തിലേക്കും വീണ്ടും വരികയല്ലേ ചെയ്യുന്നത്? അല്ല, ഈ സമരം